മഹാനായ തങ്ങൾ ഉസ്താദിനെ കുറിച്ച് നമ്മൾ ധാരാളം വർഷങ്ങളിലായും മറ്റുമൊക്കെ ഒരുപാട് വിഷയങ്ങൾ കേട്ടറിഞ്ഞതാണ്. വളരെയധികം സൂക്ഷ്മതയോടുകൂടി ജീവിച്ച് അതിലുപരി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് ദീനീ പ്രബോധനത്തിന് നേതൃത്വം നൽകുകയും ഒരുപാട് വർഷക്കാലം മുദരിസും ഖതീബുമായി സേവനമനുഷ്ഠിച്ചു ഇൽമിന്റെ മേഖലയിൽ വലിയ ഒരു സംഭാവന നടത്തി ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുത്ത് ഇന്ന് നാടിന്റെ നാനാഭാഗങ്ങളിലും സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന പല പണ്ഡിതന്മാരുടെയും ഉസ്താദായി ഇൽമ് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന വിഷയത്തിലും ദീനീ പ്രബോധനം ചെയ്യുന്ന വിഷയത്തിലും വളരെയധികം പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഈ നാട്ടിൽ വർഷങ്ങളോളം സേവനം ചെയ്ത മഹാനായ തങ്ങൾ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിനെ സംബന്ധിച്ച് വളരെയധികം പരിചയമുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഞങ്ങളെല്ലാവരും. പല വർഷങ്ങളിലായി നമ്മൾ കേട്ടതുമാണ്. അതിലേറ്റവും പ്രധാനമായി ഉസ്താദ് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് വളരെ സൗമ്യമായ രീതിയിൽ വളരെയധികം വിനയത്തോടുകൂടി പല ആളുകളോടും പെരുമാറുന്ന ഒരു സ്വഭാവം നമുക്ക് കാണിച്ചു തന്നിട്ടാണ് ഉസ്താദ് ഇവിടെ പറയുന്നത്. പല സമയങ്ങളിലും ഉസ്താദ് വളരെയധികം വിനയാന്വിതനായി ഈ നാട്ടിലെ പല ആളുകളോടും പെരുമാറുന്നതായി ഞാൻ ഡയറക്റ്റ് കണ്ടതാണ്. ഉസ്താദ് ഒരു മഹല്ലിലെ വലിയ നേതൃത്വമായി ഇവിടുത്തെ ഖതീബുമായും എല്ലാം സേവനമനുഷ്ഠിക്കുമ്പോൾ ഉസ്താദിന്റെ ഇടപെടൽ, ഉസ്താദിന്റെ സംസാരം, ഉസ്താദിന്റെ വാക്കുകളൊക്കെ വളരെയധികം വിനയത്തോടുകൂടിയായിരുന്നു. ആരുടെ മുമ്പിലും ഏത് നിലക്ക് സംസാരിക്കുമ്പോഴും വളരെയധികം വിനയം കാണിച്ചുകൊണ്ടായിരുന്നു ഉസ്താദ് അവർ സംസാരിച്ചിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയിൽ ആദ്യമായി ഇമാം നിൽക്കാൻ ഏൽപ്പിക്കുമ്പോൾ ഉസ്താദ് പലപ്പോഴായും എന്നോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളും, ആ കാര്യം ഞാൻ നോക്കിക്കോളും. നിങ്ങൾ അത്യാവശ്യം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോയി അത് ചെയ്തു വന്നിട്ട് നിങ്ങളെ കാര്യം ഇവിടെ നല്ലതുപോലെ നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അത്യാവശ്യം പോകാണ്ടെങ്കിൽ നിങ്ങൾ പോവുക, ആ കാര്യങ്ങൾ നടത്തുക, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളും ഇങ്ങോട്ട് പറയുകയും പലപ്പോഴും അവിടെ പോകുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്യുന്ന വളരെയധികം വിനയത്തോടുകൂടിയാണ് ഉസ്താദ് അവർ പെരുമാറിയത്. എത്രമാത്രം ഈ കൊറോണ കാലത്തൊക്കെ ഈ പള്ളിയിൽ നടക്കുന്ന എല്ലാ ഇബാദത്തുകളും ഉസ്താദ് അവർകൾ വളരെയധികം മുടങ്ങാതെ തന്നെ അതിനെ വളരെയധികം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ പള്ളി എല്ലാം നിർവഹിക്കുകയുണ്ടായി. ആര് വന്നോ ആര് പോയോ അതൊന്നും ഉസ്താദ് നോക്കാറില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും നല്ല ഒരു ആൾ, അല്ലെങ്കിൽ അദ്ദേഹം ജമാഅത്തിനായി പള്ളിയിൽ വന്നു, അല്ലെങ്കിൽ പള്ളിയുടെ ഭാഗത്തേക്ക് വന്നു, പെട്ടെന്ന് അദ്ദേഹത്തിന് ഏതോ ഒരു ആവശ്യം വന്നുകൊണ്ട് ഫോണ് വന്നുകൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യത്തിന് അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു ആവശ്യത്തിന് പുറപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്തൊരു മനുഷ്യനാണ്, നിസ്കരിക്കാനും സമയമായി, ഈ സമയത്ത് അദ്ദേഹം ഇറങ്ങി പോവുകയാണ് എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. ഉസ്താദ് അതുപോലത്തെ സന്ദർഭങ്ങളിലൊക്കെ ഉസ്താദ് പറയാറുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും, അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെയായിരിക്കും അദ്ദേഹം പോയത്. ആ നിലക്ക് ആരോടും ഒരു അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞതിന് പകരം അദ്ദേഹം എന്തെങ്കിലും നല്ല കാര്യത്തിന് പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ നല്ല ചിന്തിച്ചുകൊണ്ട്
ഉസ്താദ് വളരെയധികം നമ്മുടെ ഇടയിൽ വിനയവും വളരെയധികം താഴ്മയും കാണിച്ച് ജീവിച്ച് നമുക്ക് മുമ്പിൽ നടന്നുപോയി. അതിലേറ്റവും പ്രധാനമായി ഈ മഹത്തായ സ്ഥലത്ത് നല്ലൊരു പള്ളി നിർമ്മിക്കുകയും അതുപോലെ തന്നെ മദ്രസ സ്ഥാപിക്കുകയും ഒരുപാട് കുട്ടികൾ 10ാം ക്ലാസ് വരെ പഠിക്കുകയും അതിൽ ചില കുട്ടികളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഉപരിപഠനത്തിനായി നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള മുഹിമ്മാത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ധാരാളം ഇൽമിന്റെ മേഖലയിൽ വളരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. മഹാനായ സയ്യിദ് മുനീർ അദിൽ തങ്ങൾ അവർകൾ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടന പ്രഭാഷണത്തോടെ ഒരുപാട് വിഷയം നമുക്ക് പറഞ്ഞു തരും. അതിന് പ്രത്യേകമായി ഇന്നത്തെ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരു ചെറിയ പരിപാടി എന്ന നിലക്കായിരുന്നു ആദ്യമായി നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ സംസാരിച്ച് തീരുമാനിച്ചിരുന്നു. നമുക്ക് ഈ വർഷം ഒരു ചെറിയ പരിപാടി മാത്രം നടത്താമെന്ന്, അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷത്തിൽ കൂടുമ്പോൾ വിശാലമായി നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്നാലും നമ്മുടെ ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ അഥവാ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ ഇതിനു വേണ്ടി ചെറിയൊരു സന്ദർഭത്തിൽ അതിനൊരു മാറ്റം മാറ്റി കുറച്ചൊക്കെ വിശാലമാക്കാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് ഒന്ന് വിശാലമാക്കിയപ്പോ കുറച്ചുകൂടി നമ്മളത് ഉഷാറാക്കുകയും അൽഹംദുലില്ലാഹ് എല്ലാ വർഷം പോലെ നമ്മുടെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തങ്ങൾ ഉസ്താദിന്റെ പ്രത്യേകമായ ഒരു ബറക്കത്താണ്. അല്ലാഹു തആല ഈ നാട്ടിൽ അത് നിലനിർത്തി തരുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ നമുക്കറിയാം വളരെയധികം സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അഥവാ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആദ്യമായി തന്നെ ഈ പരിപാടിക്ക് എഴുതിച്ചവരുടെ കൂട്ടത്തിൽ വിദേശ രാജ്യത്തുള്ള ആളുകളാണ്. അല്ലാഹു തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടതായ സാമ്പത്തികമായ സഹായം ഏറ്റെടുക്കുകയും അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ വളരെയധികം പ്രയാസങ്ങളുള്ളവരുണ്ട്, വളരെയധികം വിഷമങ്ങളുള്ളവരുണ്ട്. എല്ലാവരും മനസ്സിൽ കരുതിക്കൊണ്ടാണ് അത് ഏറ്റെടുത്തത്. പലരും എന്നോട് പറഞ്ഞവരുണ്ട്. ഇന്ന് തന്നെ ഒരു ഏൽപ്പിച്ച ആള് വളരെയധികം പ്രയാസമുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിലാണ്, ഒരു ചെറിയ കുട്ടിക്ക് പ്രയാസമുണ്ട്, രോഗമുണ്ട്, അതുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു തആല പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കറിയാം നമ്മുടെ ഈ സദസ്സിലൊക്കെ പല പരിപാടികളും മുമ്പിലുണ്ടായിരുന്നു. നമ്മുടെ അദ്ദജ, നമ്മുടെ മദീൻ ഉസ്താദിന്റെ ഒക്കെ ജ്യേഷ്ഠൻ ചെറിയ പ്രയാസമായിക്കൊണ്ട് രോഗത്തിലായി വീട്ടിലാണ്. നാളെ ഓപ്പറേഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അത് എന്ത് രോഗമാണെങ്കിലും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ നടക്കുന്ന ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പലരും നമ്മളോട് പറഞ്ഞവരുണ്ട്, അറിയാത്തവരുണ്ട്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലൂടെ പറയുമ്പോൾ തന്നെ നേരിട്ടായി ഏൽപ്പിച്ചിട്ട് കൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിട്ടും വളരെയധികം ഉസ്താദിനെ സ്നേഹിച്ചുകൊണ്ട് തങ്ങൾ ഉസ്താദിന്റെ ഈ പരിപാടിക്ക് നൽകണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് എന്റെ കയ്യിലും നമ്മളതുപോലെ തന്നെ അബ്ബാസ് ഉസ്താദിന്റെ കയ്യിലും അതുപോലെ നമ്മുടെ സെക്രട്ടറി ഔഗുച്ചാന്റെ കയ്യിലും ഒക്കെ ഒരുപാട് ആളുകൾ സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും നമുക്ക് സംഖ്യകൾ ധാരാളം ആവശ്യമുണ്ട്. അതൊക്കെ നമ്മളെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് പരസ്പരം നല്ല പോലെ സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല നിലക്ക് നമ്മുടെ ഈ പരിപാടി പൂർത്തിയാക്കാൻ കഴിയും. എത്ര മാത്രം എല്ലാ നാടുകളിലും നമുക്കറിയാം ഇൽമിന്റെ മജ്ലിസും അതുപോലെ തന്നെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തങ്ങൾ ഉസ്താദിന്റെ ആണ്ടിനോടനുബന്ധിച്ച് ഒരു പരിപാടി നടത്താൻ നമുക്ക് അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹ് 4ാമത്തെ വർഷം നല്ല നിലക്ക് പരിപാടികൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇതുവരെ 1ാമത്തെ വർഷവും 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും 4ാമത്തെ വർഷം ഇപ്പോൾ അൽഹംദുലില്ലാഹ് നടക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും ഒരുപാട് ഇൽമിന്റെ മജ്ലിസുകളും അതുപോലെ തന്നെ ആത്മീയമായ ദിക്റുകളുടെ സദസ്സുകളും ഒക്കെയാണ് ഇവിടെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലുണ്ടാകുന്ന ആത്മീയമായ ചൈതന്യം, അറിവുകൾ അല്ലാഹു തആല അത് നമുക്ക് പകർന്നെടുക്കാൻ, ജീവിതത്തിൽ ധാരാളം പകർത്തി നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് കൊണ്ട് നമ്മുടെ തങ്ങൾ ഉസ്താദിന്റെ ഒരു ആണ്ട് നടത്തി എന്നൊരു പേര് മാത്രമല്ല, ഉസ്താദ് പലപ്പോഴും ഉദ്ദേശം അങ്ങനെയാണ്. ഇൽമ് എപ്പോഴും ഇവിടെ വ്യാപിച്ചു കൊണ്ടിരിക്കണം, പ്രചരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഉസ്താദിന് ആഗ്രഹമുണ്ടായത് കൊണ്ട് തന്നെയാണ് നല്ല നിലക്ക് ബഹുമാനപ്പെട്ട മർഹൂം ചെറിയ ഉസ്താദിന്റെ അടുക്കൽ മുഹമ്മദ് മുസ്ലിം ചെറിയ ഉസ്താദിന്റെ ദറജ അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ.
ഉസ്താദിന്റെ അടുക്കൽ വളരെയധികം വർഷക്കാലം ഇൽമ് പഠിച്ച് അതുപോലെ തന്നെ വലിയൊരു ലത്തീഫിയയിൽ നിന്നും സനത് വാങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് ഒരുപാട് വർഷക്കാലം ഉസ്താദ് ഇൽമിന്റെ മേഖലയിൽ പ്രവർത്തിച്ച് അവസാന സമയം വരെ ഈ പള്ളിയിൽ ഇൽമ് അത് ഉണ്ടാകണം, ഇൽമിന്റെ മജ്‌ലിസ് ഉണ്ടാകണം, അതിന് മദ്രസ സ്ഥാപിക്കുകയും പള്ളിയിൽ അതുപോലെ തന്നെ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഒരു ഇൽമിന്റെ മജ്‌ലിസ്, ഒരു ക്ലാസ് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് തുടങ്ങി വെക്കുകയും അതും തന്നെ ഏകദേശം ഇപ്പൊ 4 ആണെങ്കിൽ ഉസ്താദിന്റെ ജീവിതകാലത്ത് തന്നെ ഏകദേശം 5 വർഷത്തോളമായി മുടങ്ങാതെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അബ്ബാസ് സഖാഫി ഉസ്താദ് അതിന് നമ്മുടെ നാട്ടിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദിന്റെ കാലത്ത് തന്നെ ഉസ്താദ് പറഞ്ഞ് അബ്ബാസ് സഖാഫി ഉസ്താദിനെ ഏൽപ്പിച്ച് ആദ്യമായി ഹദീസിന്റെ കിതാബ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് നല്ല നിലക്ക് ക്ലാസ് എടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് സദസ്സിലിരിക്കും, നല്ല പോലെ കേൾക്കും. വളരെയധികം പ്രയാസമുണ്ടാകുന്ന രോഗമുണ്ട സമയത്തും ഉസ്താദ് സുബഹിസ്കാരത്തിന് നേരെ തന്നെ പള്ളിയിൽ എത്തിയിട്ട് ആ മജ്‌ലിസിൽ ഉസ്താദ് തീരുന്നത് വരെ ഇരുന്നിട്ട് ഉസ്താദ് ദുആ ചെയ്തതിന് ശേഷം അല്ല ക്ലാസ് അവിടെ നടക്കട്ടെ ഞാൻ പോകട്ടെ എന്നല്ല, ഉസ്താദ് ക്ലാസ് തീരുന്നവരെ ഇരിക്കും, എന്നിട്ട് അത് കേൾക്കും. അങ്ങനെ പലരോടും പറയും കഴിയുന്നവർ വരണം എന്നൊക്കെ പറയും, എന്നാൽ ആരുടെയും നിർബന്ധിക്കാറില്ല, സുബഹിന്റെ സമയത്താണല്ലോ. അങ്ങനെ ഉസ്താദ് ഇൽമിന് വേണ്ടി ഇൽമ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉസ്താദ് മരണം വരെ അധ്വാനിച്ചു. അവസാനം ഒരു സഫർ മാസത്തിൽ ഞാൻ ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ സഫറിന്റെ 17ാമത്തെ ദിവസമാണ് മൗലിദ്, ബദർ മൗലിദിന്റെ ദിവസമാണ്. അന്ന് പകല് അന്നത്തെ രാത്രിയിലെ ബദർ മൗലിദിന്റെ മജ്‌ലിസിൽ ഉസ്താദ് പള്ളിയിൽ നല്ല പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഉസ്താദ് കുട്ടികളോടും ഞങ്ങളോടെല്ലാം ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ഈ ബദർ മൗലിദിനെ കുറിച്ച് പറയുകയും ബദരീങ്ങളുടെ മജ്‌ലിസ് നിങ്ങൾ എല്ലാവരും വിജയിപ്പിക്കണം എന്ന് പറയുകയും അതുപോലെ തന്നെ ഉസ്താദിനും അതേപോലെ ഈ പള്ളിക്കും വളരെയധികം സഹായം ചെയ്ത നമ്മുടെ മുഹിമ്മാത്തിനൊക്കെ വളരെയധികം സേവനം ചെയ്ത് പ്രവർത്തിച്ച് വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പ്രവർത്തനം നടത്തിയ പജ്ജട്ടയിലെ ഹസൈന റാജി എന്ന ഒരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ട കുറച്ച് ദിവസമായിട്ടുള്ളൂ. ആ വ്യക്തിത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് ഉസ്താദ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്, പറയുകയാണ് വളരെയധികം ദീനിന് സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല പോലെ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അന്നത്തെ ദിവസം ഉസ്താദ് നല്ല പോലെ പറഞ്ഞു തന്നുകൊണ്ട് നല്ല അനുസ്മരണ പ്രഭാഷണവും നടത്തി ഈ നമ്മൾ ചീനൊക്കെ വിതരണം ചെയ്തതിന് ശേഷം ഉസ്താദ് വീട്ടിലേക്ക് പോയതായിരുന്നു. രാവിലെയാണ് സബീന്റെ സമയത്താണ് ഉസ്താദിന്റെ പ്രയാസം കൂടുകയും പിന്നീട് ഏകദേശം 9 മണി സമയത്താണ് ഉസ്താദ് വഫാത്താകുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ജമാഅത്ത് അഥവാ കഴിയുന്ന കാലത്തുള്ള എല്ലാ ജമാഅത്തിനും പള്ളിയിൽ വരികയും ഇൽമുമായി പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ നോമ്പിന്റെ വിഷയത്തിലാണെങ്കിലും എൻ്റെ തൊട്ട് മുമ്പത്തെ തിങ്കളാഴ്ച ഒരു ബുധനാഴ്ചയാണ് ഉസ്താദ് വഫാത്താകുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ 2 ദിവസം പോലെ തിങ്കളാഴ്ച ഉസ്താദിന് നോമ്പുണ്ടായിരുന്നു. ഉസ്താദ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉസ്താദ് ഞാൻ കണ്ടിരുന്നു. അത്രയും ആ നോമ്പ് തിങ്കളാഴ്ചന്റെ നോമ്പ് അവസാനത്തെ സമയം വരെ ഉസ്താദ് അത് മുടങ്ങാതെ നിർവഹിച്ചിരുന്നു. ഞാനിതൊക്കെ പറഞ്ഞത് അവരൊക്കെ ചെയ്തതും അവരൊക്കെ ജീവിച്ചതും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഇബാദത്തിലായി ജീവിച്ചപ്പോഴാണ് അവർക്ക് ഈ ഒരു സ്ഥാനവും വലിയ പദവിയും അള്ളാഹു നൽകുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കിക്കൊണ്ട് ജീവിച്ച് അവസാനം നമുക്കും ഈമാനോടുകൂടി മരിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലത്തെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് നമുക്കെല്ലാമായി ഈ പ്രദേശത്തുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുൽ അല തങ്ങൾ ഉസ്താദ് ഈ പ്രദേശത്തൊക്കെ നടന്നു വന്നിട്ട് ഉസ്താദിന്റെ നല്ലവണ്ണം പരിചയമുള്ള നമ്മുടെ MP അബ്ദുൽ ഹാജി ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, എൻ്റെ നിക്കാഹിന് തങ്ങൾ ഉസ്താദ് ത്വാഹിറുൽ അല തങ്ങൾ ഉസ്താദ് രാവിലെ വന്നിട്ട് വൈകുന്നേരത്താണ് അഥവാ ഉസ്താദിന്റെ ആ സമയത്ത് നടന്നു പോകുന്ന ഒരു കാലമായിരുന്നു. ഉസ്താദ് വന്നിട്ട് പോകാൻ വേണ്ടിയൊക്കെ പ്രയാസമുള്ളതുകൊണ്ട് കുറേ സമയം ഇരുന്നതിന് ശേഷമാണ് ഉസ്താദ് പോയിരുന്നത്. അത്രയും ആളുകളുമായുള്ള ബന്ധവും ഇവിടെ നിന്ന് നടന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഉസ്താദിന്റെ സ്പർശനമേറ്റിട്ടുണ്ട്. അല്ലാഹു തആല മഹാനായ സയ്യിദ് ത്വാഹിറുൽ അല തങ്ങൾ ഉസ്താദിന്റെ ദറജയും അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ പ്രഭാഷണ വേദിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് തങ്ങൾ ഉസ്താദിന്റെ മകൻ സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് ഹൈദറുസ് തങ്ങൾ അവർകളാണ്. ഞാൻ ഈ സമയത്ത് തങ്ങൾ അവർകളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ എല്ലാവിധ സ്വാഗതവും നേരുന്നു. തങ്ങൾ ഉസ്താദിന്റെ മക്കളുടെ കൂട്ടത്തിൽ സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മകന്
എന്നാൽ ഇൽമ് പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഉസ്താദ് അതും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ദർസിൽ കൊണ്ടാക്കുകയും മകളെ പോലും ഒരു നല്ല പഠിക്കുന്ന കേന്ദ്രത്തിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടാക്കി പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെറിയ ഉസ്താദൊക്കെ ബന്ധപ്പെട്ട് അല്ലാഹു തആല അതെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവരൊക്കെ നല്ല ആലിമുകളും നല്ല പ്രവർത്തകരുമായി കാണാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുനീറുല്ലാഹ് തങ്ങൾ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നി പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ അഥവാ കേരള സ്റ്റേറ്റ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന മഹാനായ തങ്ങൾ അവർകൾ എത്രയോ സ്ഥലങ്ങളിൽ അഥവാ കേരളത്തിന്റെ ഈ തലം മുതൽ അങ്ങേ തലം വരെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവർത്തകരായ സയ്യിദ് അവർകളാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് പലപ്പോഴും കണ്ടു പരിചയമുള്ളത് കൊണ്ടാണ്. എന്നാലും ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ എല്ലാ സ്ഥലങ്ങളും കാസർഗോഡ് ജില്ല മുതൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെ ഓരോ ഗ്രാമങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുമായി നിരന്തരം ബന്ധപ്പെടുകയും അവിടുത്തെ ചില വിഷയങ്ങളിലൊക്കെ നല്ലപോലെ ഇടപെട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകണം. അല്ലാഹു തആല അതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും ധാരാളം വർഷങ്ങൾ ഇനിയും സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാൻ തങ്ങൾ അവർക്ക് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിൽ, ഇന്നത്തെ ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് എൻ്റെ ഉസ്താദും ഈ നാട്ടിലെ നേതൃത്വവുമായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹസനി ഉസ്താദ് അവർകളാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഏത് വിഷയം വരുമ്പോഴും തങ്ങൾ ഉസ്താദ് ഉള്ള കാലത്ത് തന്നെ ഉസ്താദ് പലപ്പോഴും ഹസനി ഉസ്താദിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളിവിടെ വരണം, ഇടക്കിടക്ക് വന്നുകൊണ്ട് നിങ്ങളിവിടെ നിയന്ത്രിക്കണം, നേതൃത്വം നൽകണം എന്നൊക്കെ നിങ്ങൾ കാണലില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദിനെ ഏൽപ്പിക്കുന്നതായി ഞാൻ തന്നെ കേൾക്കാറുണ്ട്, ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. അത് അത്രയും ഉസ്താദുമായി നല്ല അഭേദ്യമായ ബന്ധം പുലർത്തിയ ഈ നാട്ടിലേക്ക് ഉസ്താദ് ഒരു പ്രാവശ്യം ഹസൻ ഉസ്താദിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ബാപ്പാലിപ്പനത്ത് ഈ പള്ളിയിലേക്ക് ഉസ്താദ് വരുന്ന സന്ദർഭത്തിൽ ആദ്യമായി ഉസ്താദിനെ ക്ഷണിക്കാനൊക്കെ പോയിരുന്നതും ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് ആയിരുന്നു. അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ഇനിയും ധാരാളം വർഷക്കാലം നമ്മുടെ ഇൽമുമായി സേവനം ചെയ്തുകൊണ്ട് ഇൽമിലായി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാൻ, നമ്മുടെ നാട്ടിന് നേതൃത്വം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദറുസ് തങ്ങൾ അവർകൾ, ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി മദനി ഉസ്താദ്, അതുപോലെ അബ്ബാസ് സഖാഫി ഉസ്താദ്, അതുപോലെ നമ്മുടെ ഈ നാട്ടിലും ഈ വേദിയിലും പരിസരങ്ങളിലുമായി ഉള്ള എല്ലാ മുഅ്മിനാത്തുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മഹല്ല് ഭാരവാഹികൾ, ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് കഷ്ടപ്പെടുന്നവരുണ്ട്. ഈ പരിപാടി തീരുമാനിച്ച മുതൽ നമ്മുടെ ചെറുപ്പക്കാർ ഒരിക്കലും അവരെ വിസ്മരിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ കുറഞ്ഞ ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ. അവർ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും രാത്രിയോ, കാരണം അവർക്ക് പകല് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകുന്ന ചെറുപ്പക്കാരാണ്, കുറച്ചൊരു 10ഓളം ഉള്ള ചെറുപ്പക്കാരാണ്. അവർ എല്ലാ ദിവസവും രാത്രി ഈ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരുപാട് ചെറുപ്പക്കാരായ പ്രവർത്തകരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാവർക്കും വലിയ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വിഷയത്തിലും ഞാൻ ഒരു പേരെടുത്ത് പറയുന്നില്ല, ആരൊക്കെ ഈ സംരംഭവുമായി സഹായിച്ചവർ എല്ലാവർക്കും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും മറ്റു ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിലേക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.